സഞ്ജുവിലൂടെ ഇന്ത്യ കപ്പടിക്കും. സഞ്ജു ഇന്ന് കളിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഒരു പഴയ കായിക താരം കൂടിയാണ്. അപ്പോൾ ഈ ഉയർച്ച താഴ്ചകൾ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഒരു കായിക താരം ആ പ്രഷർ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് നല്ലപോലെ അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ സഞ്ജുവിന് ഇന്നത്തെ ഫൈനലും കഴിഞ്ഞ മത്സരമൊക്കെ ഒരുപാട് വീഴ്ചകൾ അല്ലെങ്കിൽ ഒരുപാട് അനീതികൾ നേരിട്ട ഒരാളാണ് സഞ്ജു. പക്ഷെ ഫൈനൽ സഞ്ജുവിൻ്റെ ആ ബെസ്റ്റ് ഒന്നുകൂടി ബെസ്റ്റ് പ്രകടനം നമ്മൾ സഞ്ജു വീഴ്ചയും താഴ്ചയും എല്ലാം കണ്ടു വളർന്ന. അപ്പം സഞ്ജുവിന് അത് ഒരു തഴമ്പായി. ഇനി അത് ഒരു പ്രശ്നമല്ല. അവൻ ഇനി കളിച്ചോളും. ഇനി താഴ്വയല്ല, അവൻ പൊങ്ങല. അതേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. എന്താണ് പ്രതീക്ഷകൾ? പ്രതീക്ഷകൾ സഞ്ജു കളിക്കും, ഇന്ത്യ ജയിക്കും എന്നുള്ള ഉറപ്പുള്ള വിശ്വാസമുണ്ട് ഞങ്ങൾക്ക്. ഈ സ്റ്റേഡിയത്തെ കുറിച്ച് കുറച്ച് ആശങ്കകളൊക്കെ ഉണ്ട്. ആശങ്കയൊന്നുമില്ല. ഇവിടെ കളിക്കുന്നവർ കളിക്കുന്ന പോലെ ഇരിക്കും. ബാക്കി കൂടുതൽ ചേസ് ചെയ്യാനാണ് നല്ലതാണ് കേട്ടത്. ബാക്കി സഞ്ജു ചേട്ടൻ കളിക്കും. ഇന്ത്യ ജയിക്കുകയും ചെയ്യും. പിന്നെ കുറേ വീഴ്ചയും താഴ്ചയും കണ്ടിട്ടാണ് വന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഭയങ്കര വിമർശനമായിരുന്നു സഞ്ജു ചേട്ടന് എതിരായിട്ട്. കളിക്കുന്നില്ല, സഞ്ജു ചേട്ടൻ ഔട്ട് ഓഫ് ഫോമാണ്. പക്ഷെ ഇപ്പോൾ കിട്ടിയ ചാൻസ് മുതലാക്കി സഞ്ജു ചേട്ടൻ നല്ലൊരു കളി കളിച്ച് ഒരു ഇന്ത്യക്ക് ഒരു ലക്കി ചാമായിട്ടാണ് തിരിഞ്ഞിരിക്കുന്നത്. അതിൽ ഭയങ്കര സന്തോഷമുണ്ട് ഒരു മലയാളി എന്ന രീതിക്ക്. പിന്നെ ഓൾ ദ ബെസ്റ്റ് ടു ഇന്ത്യ ടീം ആൻഡ് സഞ്ജു ചേട്ടൻ. താങ്ക് യു. ഇന്ത്യക്ക് ചിയറൊന്നുമില്ലേ നിങ്ങളുടെ ഭാഗത്ത് നിന്ന്? ഒന്ന് ആഞ്ഞു വിളിച്ചോ. സഞ്ജു സഞ്ജു ഇന്ത്യ 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 ഇന്ത്യ. ഇന്ത്യ ഇറങ്ങുന്നത് കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ്. വലിയ സങ്കടത്തോടു കൂടിയാണ് ആളുകൾ ഇറങ്ങി പോകുന്നത്. പക്ഷെ ഇത്തവണ മാറും കളി. ഇത്തവണ മോദി വരുന്നില്ല, അതുകൊണ്ട് ജയിക്കാൻ വളരെ ചാൻസ് ഉണ്ട്. വലിയ സഞ്ജുവിനെ കുറിച്ചാണ് ചോദിക്കേണ്ടത്. ഇവിടെ വന്നപ്പോഴൊക്കെ തന്നെ എല്ലാവരും നമ്മളോടും മറ്റ് മറുനാട്ടുകാരൊക്കെ ചോദിക്കുന്ന സഞ്ജു സഞ്ജു എന്നുള്ള. അപ്പോൾ സഞ്ജു നാട്ടുകാരനായത് ഒരു സ്പെഷ്യൽ ആവുന്നുണ്ട്. സെഷൻ തന്നെയാണ്. സഞ്ജുവിന് ഒരു കുറച്ച് താഴ്ത്തിൽ കിട്ടിയായിരുന്നു. ഇപ്പോൾ ഔട്ട് സൈഡിലും ഈ രണ്ട് കളിക്ക് മുമ്പ് വരെ സഞ്ജുവിനെ വരെ താഴ്ത്തി കെട്ടുമായിരുന്നു. മീൻസ് കളിക്കാൻ കൊടുക്കാതെയും മീൻസ് ടീമിൽ എടുക്കാതെ ഇടം കിട്ടാതെയും ഒക്കെ കൊടുക്കുകയായിരുന്നു. ശരിയാണ്, ലാസ്റ്റ് സീരിയലിൻ്റെ മീൻസ് പെർഫോമൻസ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ എങ്കിൽ കൂടിയും ലാസ്റ്റ് 2 മാച്ചിൽ കളിച്ച് ഇന്ത്യയെ ഒരു ടോപ്പ് ലെവലിൽ എത്തിച്ച് ഒരു ഫൈനൽ വരെ എത്തിച്ചതിൽ നിർണായകമായൊരു പങ്ക് സഞ്ജു വഹിച്ചിട്ടുണ്ട്. എല്ലാവിധ ആശംസകളും സഞ്ജു തീരുന്നു. ഈ ഫൈനലിൽ നമ്മൾ 2023 പകരം വീട്ടാനായിട്ട് ഇവിടെ ജയിച്ച് വരുമെന്ന് പ്രതീക്ഷയോടെ സഞ്ജുവിന് എല്ലാ ആശംസകളും നേരുന്നു.